ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ബേബീസ് മാജിക് ഡെസ്ക്. എൻ്റെ ഗാലക്സി മിറർ ഗ്ലേസ് കേക്കിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ കേക്ക് ടോപ്പർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ആ കേക്കിൻ്റെ സ്റ്റൈലിഷ് കേക്ക് ടോപ്പർ എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് കാണിക്കുന്നത്. കാണുന്ന പോലെ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല കേട്ടോ, ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇതിന് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഷുഗർ അല്ല, ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ടാണ്. എന്തുകൊണ്ടാണ് ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട് യൂസ് ചെയ്തതെന്നുള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റിൽ തന്നെ ഞാൻ പറയാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഐസോമാൾട്ടാണ്. ഐസോമാൾട്ട് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ബീറ്റ് ഷുഗറിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ടാണ്. കൂടുതലായിട്ടും കേക്ക് ഡെക്കറേഷൻ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഷുഗർ ഫ്രീ കാൻഡീസ്, ഷുഗർ സ്കൾപ്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷുഗർ ഫ്രീ ലേബൽഡ് ആയിട്ടുള്ള സ്വീറ്റ് ഫുഡ് ഐറ്റംസിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഡയബറ്റീസ് പോലുള്ള ബ്ലഡ് ഷുഗർ കൺസേൺ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ സേഫാണ്, ഗ്ലൂറ്റൻ ഫ്രീ ആണ്, അതുപോലെ തന്നെ ടൂത്ത് ഫ്രണ്ട്ലിയാണ്. എൻ്റെ കയ്യിലുള്ള ഈ ഒരു ബോട്ടിൽ 200 ഗ്രാംസിൻ്റെ ആണ് കേട്ടോ. 200 ഗ്രാംസ് ഐസോമാൾട്ടാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഗ്രാന്യൂൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ തരിതരിയായിട്ടാണ് ഇതിൽ വരുന്നത്. ഒന്നുകൂടെ ക്ലോസ് ആയി കാണിക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഈ ഒരു ഫോമിലാണ് ഇത് വരുന്നത്, ഗ്രാന്യൂൾസ് ആയിട്ട്. ഇനി ഇത് നിങ്ങൾ മെൽറ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ മിനിമം ഒരു 100 ഗ്രാംസെങ്കിലും എടുക്കണം. കാരണം അതിലും കുറഞ്ഞ എമൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഷേപ്പ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടില്ല. പെട്ടെന്ന് തന്നെ അത് സോളിഡായി പോകും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് മെൽറ്റാക്കി എടുക്കുന്ന പാത്രം അത്യാവശ്യം ചുവട് കട്ടിയുള്ള പാത്രം തന്നെ ആയിരിക്കണം. പിന്നെ ഇത് മെൽറ്റായി വരുമ്പോൾ നല്ല ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് തന്നെ ഇത് ഹാൻഡിൽ ചെയ്യുക. ഞാനിവിടെ ഒരു 100 ഗ്രാംസ് എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് താഴ്ഭാഗം ഇങ്ങനെ മെൽറ്റായി വരുമ്പോൾ ഒന്ന് സ്ക്യൂവർ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ ഒന്ന് ഗ്രാന്യൂൾസൊക്കെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് നന്നായിട്ട് മെൽറ്റായി വരട്ടെ. മെൽറ്റായി വരുമ്പോൾ ഇതിൽ നന്നായിട്ട് ബബിൾസ് ഫോം ചെയ്യും. പക്ഷേ അത് കുഴപ്പമില്ല, ഓക്കെയാണ്. അത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ക്ലിയറായി വരും. ഇപ്പം നിങ്ങൾക്ക് ഇതിലൊരുപാട് ബബിൾസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ വൈറ്റ് ഗ്രാന്യൂൾസൊക്കെ ഡിസപ്പിയറായി കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് സിലിക്കോൺ മാറ്റിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. മാറ്റിലേക്ക് ഒഴിച്ച ഉടനെ നമുക്ക് വേണ്ട കളേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിൽ ഓരോ ഡ്രോപ്പായിട്ട് ഒഴിച്ചു കൊടുക്കുക. കൂടുതലാവാതെ ശ്രദ്ധിക്കണം. പിന്നെ ഇതിൽ ഞാൻ ബ്ലൂ മാറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കളേഴ്സ് നന്നായിട്ട് ഡാർക്കായിട്ട് തോന്നുന്നത് കേട്ടോ. ഇത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് കളർ മനസ്സിലാവുള്ളൂ. ഞാൻ ഗാലക്സി കേക്കിന് മാച്ചാവുന്ന രൂപത്തിലുള്ള എല്ലാ കളേഴ്സും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഐസോമാൾട്ട് മെൽറ്റായി കഴിഞ്ഞാൽ ഒരുപാട് ഡിലേ വരുത്താതെ തന്നെ നിങ്ങൾ ഈ കളേഴ്സ് ആഡ് ചെയ്ത് സ്ക്യൂവർ കൊണ്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്യുന്ന പ്രോസസ്സ് ചെയ്യണം. ഇത് പിന്നെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെക്കുന്നത് ഒരു ജ്യൂസ് ബോട്ടിലിൻ്റെ മുകളിലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്ലവർ വേസോ ഒരു ഗ്ലാസ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിന് മുകളിൽ വെച്ചതിന് ശേഷം ഇതുപോലെയുള്ള ക്ലിപ്പാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലോത്ത് പെഗൊക്കെ യൂസ് ചെയ്യായിരിക്കും കുറച്ചുകൂടി ഈസി. കാരണം ഇതിങ്ങനെ ഓപ്പൺ ആക്കി വരുമ്പോഴേക്കും ടൈം ഡിലേ ആവല്ലേ. പിന്നെ നിങ്ങൾക്ക് സിംഗിൾ കളേർഡ് ആയിട്ടുള്ള ഷുഗർ സെയിലാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ ഇതുപോലെ ഐസോമാൾട്ട് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ സൈഡിലൊക്കെ കളേഴ്സ് ഡ്രോപ്പ് ചെയ്ത് പിന്നെ ടൂത്ത് പിക്ക് വെച്ചൊന്ന് ചുറ്റിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞ് ഐസോമാൾട്ടിലേക്ക് കളർ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് ഡയറക്റ്റായിട്ട് മാറ്റിൽ ഒഴിച്ച് കൊടുത്ത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് ഷേപ്പ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ ഡ്രൈ ആക്കാൻ വെക്കണം. നിങ്ങൾ തൊട്ട് നോക്കുമ്പോൾ ഇത് സ്റ്റിക്കി അല്ലാന്ന് തോന്നുമ്പോൾ മാത്രം ആ മാറ്റിൽ നിന്ന് റിമൂവ് ചെയ്യുക. സിലിക്കോൺ മാറ്റാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ഹൈ ടെമ്പറേച്ചറിലാണ് ഇതിൽ ഒഴിക്കുന്നത്. അപ്പോൾ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി സിലിക്കോൺ മാറ്റ് തന്നെ യൂസ് ചെയ്യാൻ. ഞാനിത് മാറ്റിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കളേഴ്സ് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമ്മുടെ കേക്കിന് നല്ലൊരു സ്റ്റൈലിഷ് ലുക്കും കിട്ടും. ഇതിനൊരു ഫ്ലാറ്റ് ബോട്ടം ഉള്ളതുകൊണ്ട് ഇത് കേക്കിൽ പ്ലേസ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഈ ഒരു ടോപ്പർ വെച്ച് ഞാൻ ചെയ്തിട്ടുള്ള ഗാലക്സി മിറർ ഗ്ലേസ് കേക്കാണിത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് കണ്ടിട്ടില്ലെങ്കിൽ ആ ലിങ്കിൽ പോയി കണ്ടാൽ മതി.
ഇനി ഈ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ എന്തുകൊണ്ടാണ് നോർമൽ ഷുഗർ യൂസ് ചെയ്യാഞ്ഞതെന്ന് പറയാം. കാരണം നോർമൽ ഷുഗർ മെൽറ്റായി കഴിയുമ്പോൾ അതിൻ്റെ കളറ് മാറിപ്പോവും. ആ കളർ ഒരു ഗോൾഡൻ കളറായി മാറും. അതായത് നമ്മൾ കാരമലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു കളറില്ലേ, ആ ഒരു കളറാവും നമ്മൾ നോർമൽ ഷുഗർ മെൽറ്റ് ചെയ്യുമ്പോൾ കിട്ടുക. അപ്പോൾ നമുക്ക് ഈ കളേഴ്സ് എല്ലാം അതിൽ ക്ലിയർ ആയിട്ട് കിട്ടില്ല. ഇതിപ്പോൾ ഞാൻ വളരെ കുറച്ച് ഷുഗർ ഒന്ന് മെൽറ്റ് ചെയ്ത് ഒഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലൊരു ഗോൾഡൻ കളറാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇത് നോർമൽ ഷുഗർ യൂസ് ചെയ്തിട്ടും ചെയ്യാം. പിന്നെ അതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് കൂടുതൽ ഐസോമാൾട്ടിന് തന്നെയാണ്. അതായത് ഏത് ഹ്യൂമിഡിറ്റിയിലും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് ഐസോമാൾട്ടിന് തന്നെയാണ്. പിന്നെ ചോക്ലേറ്റ് കേക്കിൻ്റെ മുകളിലൊക്കെ ആണെങ്കിലാണ് ഈ ഒരു കളർ ഗോൾഡൻ കളർ മാച്ച് ആവുകയുള്ളൂ. പിന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എപ്പോഴും അതിനോട് മാച്ച് ചെയ്യുന്ന രൂപത്തിലുള്ള ഷുഗർ സെയിലായിരിക്കും വെക്കേണ്ടി വരിക. അപ്പോൾ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ടോപ്പറായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ഐസോമാൾട്ട് യൂസ് ചെയ്താൽ മതി. ഐസോമാൾട്ട് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഡെക്കറേഷൻസിൻ്റെ പോസിബിലിറ്റീസ് ഇൻഫിനിറ്റിയാണ്. നമുക്ക് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. എഡിബിൾ ജെംസ്, പ്രിഷ്യസ് സ്റ്റോൺസ് പോലെയുള്ള ഡെക്കറേഷൻസ്, ബ്രോക്കൺ ഗ്ലാസ് പീസസ്, അതുപോലെ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ലോലിപോപ്സ്, ഇങ്ങനെ ഒരുപാട് ഡെക്കറേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ള ഐസോമാൾട്ടിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബേബീസ് മാജിക് ഡെസ്ക്.